ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ശ്രീലങ്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിച്ചു. രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സമുദ്രാതിർത്തി ലംഘിച്ചതിന് അറസ്റ്റിലായ 14 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ച് ശ്രീലങ്ക. മോചനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മു കശ്മീരിലെത്തും. മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യും. മുനമ്പം പ്രശ്നം വഖഫ് നിയമ ഭേദഗതിയിലൂടെ പരിഹരിക്കാനാകുമെന്ന് BJP. വഖഫ് ബിൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ്. യുവസംരംഭകരുടെ മികച്ച പങ്കാളിത്തത്തിലൂടെ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് ശ്രദ്ധേയമായതായി കേന്ദ്ര സർക്കാർ. വേൾഡ് ബോക്സിംഗ് കപ്പിൽ ഇന്ത്യയുടെ ഹിതേഷ് ഗുലിയയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. ശ്രീലങ്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ സഹായത്തോടെ നിർമ്മിക്കുന്ന റെയിൽവേ ലൈനിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്. ശ്രീലങ്കയിലെ അനുരാധപുരയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയ് ശ്രീ മഹാബോധി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. തുടർന്ന് ഇന്ത്യൻ സഹായത്തോടെ നടപ്പാക്കുന്ന മഹോ ഓമന്തായ് റെയിൽവേ ലൈൻ ശ്രീ നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായികയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ശ്രീലങ്കയുടെ വടക്കൻ പ്രദേശങ്ങളെ കൊളംബോയുമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ റെയിൽവേ പാതകൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. മഹോ അനുരാധപുര സെക്ഷനിലെ സിഗ്നലിംഗ് സിസ്റ്റം പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ 14 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ച് ശ്രീലങ്ക. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികയുമായി ശ്രീ മോദി നടത്തിയ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് നടപടി. മത്സ്യത്തൊഴിലാളികളുടെ മോചനം ഉടൻ സാധ്യമാക്കണമെന്ന് ചർച്ചയിൽ അഭ്യർത്ഥിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. മത്സ്യബന്ധനത്തിനിടെ ശ്രീലങ്കൻ സമുദ്രാതിർത്തി ലംഘിച്ചെന്നാരോപിച്ചാണ് മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തത്. രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നായി വിശേഷിപ്പിക്കുന്ന തമിഴ്നാട് രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് 535 കോടി രൂപ ചെലവിൽ പുതിയ പാലം നിർമ്മിച്ചത്. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണിത്. പാമ്പൻ പാലത്തിലൂടെ താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടി സർവീസും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം പോർച്ചുഗലും സ്ലോവാക് റിപ്പബ്ലിക്കും സന്ദർശിക്കും. നാളെ പോർച്ചുഗലിലെത്തുന്ന രാഷ്ട്രപതി പോർച്ചുഗൽ പ്രസിഡന്റ് മാഴ്സലോ റെബലോ ഡിസൂസയുമായി പ്രതിനിധിതല ചർച്ച നടത്തും. തുടർന്ന് ഈ മാസം 9-നും 10-നും രാഷ്ട്രപതി സ്ലോവാക്കിയയിൽ പര്യടനം നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മു കശ്മീർ സന്ദർശിക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്ന അദ്ദേഹം മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യും. 3 ദിവസത്തെ സന്ദർശന വേളയിൽ ജമ്മുവിലെ BJP MLA-മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അമർനാഥ് യാത്രയുടെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച യോഗത്തിലും ശ്രീ അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ശ്രീനഗറിൽ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം വെർച്വലായി തുടക്കം കുറിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് സ്ഥാപക ദിനം ആഘോഷിക്കും. ന്യൂഡൽഹിയിലെ BJP ദേശീയ ആസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡ പാർട്ടി പതാക ഉയർത്തി. പാർട്ടി ബൂത്ത് പ്രവർത്തകരുമായി അദ്ദേഹം സംവദിച്ചു. കേരളത്തിൽ BJP ആസ്ഥാനത്ത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പതാക ഉയർത്തി. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് NDA മുന്നണി പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടെയുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യവുമായി ജില്ലാ ഓഫീസുകളിലും BJP ഇന്നു മുതൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. മധുരയിൽ നടക്കുന്ന CPIM 24ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് സമാപനം. വൈകിട്ട് പൊതുസമ്മേളനത്തോടെയാണ് പരിപാടികൾ അവസാനിക്കുക. പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും പാർട്ടി ജനറൽ സെക്രട്ടറിയെയും സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകമുണ്ടാകും. CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മലയാളിയും മുൻ മന്ത്രിയുമായ MA ബേബിയെ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് മഹാകുംഭ് യുവ സംരംഭകരുടെ മികച്ച പങ്കാളിത്തത്തിലൂടെ ശ്രദ്ധേയമായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. രാജ്യത്തിന്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ മുന്നേറ്റത്തെ വെളിവാക്കുന്നതായിരുന്നു സ്റ്റാർട്ടപ്പ് മഹാകുംഭെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ലോകമെമ്പാടുമുള്ള 3000-ലധികം സ്റ്റാർട്ടപ്പുകളാണ് പങ്കെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഇതോടെ ബിൽ നിയമമായി. ലോക്സഭയിൽ വ്യാഴാഴ്ച അവതരിപ്പിച്ച ബിൽ 56 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് പാസായത്. 288 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചപ്പോൾ 232 അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. രാജ്യസഭയിൽ വെള്ളിയാഴ്ച 128 അംഗങ്ങൾ അനുകൂലിച്ചും 95 അംഗങ്ങൾ എതിർത്തും വോട്ട് ചെയ്തിരുന്നു. വഖഫ് നിയമ ഭേദഗതിയിലൂടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് ബിജെപി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഈ മാസം 9 ന്യൂനപക്ഷ മന്ത്രി മുനമ്പം സന്ദർശിക്കുന്നുണ്ട്. മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശം സംരക്ഷിക്കുന്നതുവരെ ഒപ്പമുണ്ടാകുമെന്നും ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞു. വഖഫ് ബിൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലുമായി നാളെ ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തും. മുനമ്പം വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. ഹരിത ശുചിത്വ പരിപാലന രംഗത്ത് മാതൃകാപരമായ മുന്നേറ്റവുമായി കണ്ണൂർ ജില്ല. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ നിരവധി പ്രവർത്തനങ്ങൾക്കാണ് ജില്ലയിൽ തുടക്കം കുറിച്ചത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗ്രീൻ ബ്രിഗേഡ് എന്ന പേരിൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഹരിത ശുചിത്വ സേന രൂപീകരിച്ചതും കണ്ണൂർ സെൻട്രൽ ജയിലിനെ ഹരിത ജയിലാക്കിയതും ഹരിത ഗ്രന്ഥാലയങ്ങൾ, ഹരിത ശുചിത്വ നഗറുകൾ, ഹരിത ശുചിത്വ അതിഥി തൊഴിലാളി സങ്കേതങ്ങൾ, കണ്ണപുരം ഹരിത റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളും മാതൃകാപരമാണെന്ന് വിലയിരുത്തുന്നു. ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ ക്ലീൻ കേരള കമ്പനിയുമായി കരാറിലേർപ്പെട്ട ജില്ലയും കണ്ണൂരാണ്. ജില്ലയിൽ വാതിൽപ്പടി ശേഖരണം 100%. 2403 ഹരിതകർമ്മ സേനാംഗങ്ങൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 69 തദ്ദേശ സ്ഥാപനങ്ങൾ ഹരിതമിത്രം ആപ്പും 12 തദ്ദേശ സ്ഥാപനങ്ങൾ നെല്ലിക്ക ആപ്പും ഉപയോഗിക്കുന്നു. നിയമലംഘനത്തിന് 1,88,50,300 രൂപ ഇതുവരെ പിഴ ഈടാക്കിയിട്ടുണ്ട്. ബ്രസീലിൽ നടന്ന വേൾഡ് ബോക്സിംഗ് കപ്പിൽ ഇന്ത്യയ്ക്ക് സ്വർണം. പുരുഷന്മാരുടെ 70 കിലോഗ്രാം വിഭാഗത്തിലാണ് ഇന്ത്യയുടെ ഹിതേഷ് ഗുയിലിയ സ്വർണം നേടിയത്. 65 കിലോഗ്രാം വിഭാഗത്തിൽ പുരുഷ താരം അഭിനാഷ് ജാംവാൾ വെള്ളിയും നേടിയിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകുന്നേരം 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്ന് രാമനവമി. ചൈത്രമാസത്തിലെ 9ാം ദിവസമായ ഇന്ന് ശ്രീരാമന്റെ ജന്മദിനം ഭക്തിപുരസരം ആഘോഷിക്കുന്നു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. രാംലല്ല പ്രതിഷ്ഠയിൽ സൂര്യതിലകം ചാർത്തിയ അപൂർവ നിമിഷത്തിനും നിരവധി പേർ സാക്ഷിയായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് രാമനവമി ആശംസകൾ നേർന്നു. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. അതേസമയം തിരുവനന്തപുരം, കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ US നാട് കടത്തിയ പൌരന്മാരെ തിരികെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് മുഴുവൻ ദക്ഷിണ സുഡാൻ പൌരന്മാരുടെയും വിസ റദ്ദാക്കുമെന്ന് അമേരിക്ക. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ നാട് കടത്തുന്ന പൌരന്മാരെ അതത് രാജ്യങ്ങൾ ഉടൻ സ്വീകരിക്കണമെന്ന USന്റെ നിർദ്ദേശം നടപ്പിലാക്കാത്തതിനെ തുടർന്നാണ് നടപടി. സുഡാൻ പൌരന്മാർ USലേക്ക് പ്രവേശിക്കുന്നത് എല്ലാ തുറമുഖങ്ങളിലും തടയുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ പ്രസിദ്ധീകരണമായ വിമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യ 2024 സെലക്ടഡ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഡാറ്റയുടെ 26ാമത് പതിപ്പ് പുറത്തിറക്കി. രാജ്യത്തെ ജനസംഖ്യ, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ പ്രധാന മേഖലകൾ സംബന്ധിച്ച വിവരശേഖരണത്തിന്റെ സമഗ്രമായ അവലോകനമാണ് റിപ്പോർട്ടിലുള്ളത്. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, സംഘടനകൾ എന്നിവ വഴിയാണ് വിവരശേഖരണം. ലോകാരോഗ്യ ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. 2022-23 വർഷങ്ങളിലെ മികച്ച ഡോക്ടർ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും. സർക്കാർ ആശുപത്രികളിൽ മുൻകൂർ ടോക്കൺ, ഡിജിറ്റൽ പണമിടപാടുകൾ എന്നിവ ആരംഭിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ഐ-ലീഗ് ഫുട്ബോളിൽ കലാശക്കളിയിൽ ഇന്ന് ഗോകുലം കേരള FC ഡെംപോ SC ഗോവയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4-നാണ് മത്സരം. ഇതേസമയം ശ്രീനഗറിൽ ചർച്ചിൽ ബ്രദേഴ്സ് ഗോവ റിയൽ കശ്മീർ FCയെയും നേരിടും. മ്യാൻമറിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3354ആയി. 200-ലധികം പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഓപ്പറേഷൻ ബ്രഹ്മയുടെ കീഴിൽ ശനിയാഴ്ച മ്യാൻമറിലേക്ക് 442 ടൺ ഭക്ഷ്യസഹായം കൂടി ഇന്ത്യ എത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീലങ്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിച്ചു. രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സമുദ്രാതിർത്തി ലംഘിച്ചതിന് അറസ്റ്റിലായ 14 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ച് ശ്രീലങ്ക. മോചനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മു കാശ്മീരിലെത്തും. മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യും.
മുനമ്പം പ്രശ്നം വഖഫ് നിയമ ഭേദഗതിയിലൂടെ പരിഹരിക്കാനാകുമെന്ന് BJP. വഖഫ് ബിൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ്. യുവസംരംഭകരുടെ മികച്ച പങ്കാളിത്തത്തിലൂടെ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് ശ്രദ്ധേയമായതായി കേന്ദ്ര സർക്കാർ. വേൾഡ് ബോക്സിംഗ് കപ്പിൽ ഇന്ത്യയുടെ ഹിതേഷ് ഗുലേയ്ക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.